പെൻഷൻ രംഗത്തേക്ക് കടന്നു വന്ന നവാഗതർക്ക് ഒരു പുരസ്കാരമാണ്. അവരെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ്. ഞാൻ പേര് വിളിക്കാം. ഈ ബൊക്കെ കൊടുക്കുന്നത് മണിസാറാണ്. ആദ്യമായിട്ട് LRSയുടെ നേതാവും കൊല്ലത്ത് വർക്ക് ചെയ്തിരുന്ന ശ്രീ CSK നായർ, അദ്ദേഹം LPM കൊല്ലമായിരുന്നു. ശ്രീ N ശ്രീനിവാസൻ നായർ LPM ERS ആയിരുന്നു. ശ്രീ KB ബാബു, പെട്ടെന്ന് വരിക, സമയമില്ല നമുക്ക്. ശ്രീ KB ബാബു, ശ്രീ KB മാർട്ടിൻ, ശ്രീ KB മാർട്ടിൻ, ശ്രീ AK ബാബു, ശ്രീ NB ജോൺ, ശ്രീ PK ഗോപകുമാർ, ശ്രീ KS അജിത് കുമാർ, ശ്രീ K സജീവ്. സജീവ് നമ്മുടെ കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക് പോയിട്ട് പോയ വ്യക്തിയാണ്. ശ്രീ AR ജീവരാജൻ, സജീവ് വന്നിരുന്നു. ശ്രീ K സജീവ്, ശ്രീ NB ജോൺ, ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ ശ്രീ VC ശിവദാസൻ, അദ്ദേഹം ഷൊർണൂർ ഡിപ്പോയിൽ നിന്നും വിരമിച്ചു. VC ശിവദാസൻ, ഷൊർണൂരിനെ പ്രതിനിധീകരിച്ച് ശ്രീ K രമേശ്, ശ്രീ NB ജോൺ, ശ്രീ K ശ്രീധരൻ, ശ്രീ K രമേശ് വരും, ശ്രീധരൻ, K ശ്രീധരൻ ഷൊർണൂർ, ശ്രീ ഹരീന്ദ്രദാസ്, ഷിബു, CT ഷിബു, ശ്രീ K സജീവ്, KV ജോയ്, K രമേശ്, CT ഷിബു, KV ജോയ്, ഇനി നവാഗതരായിട്ടുള്ള പേരെഴുതാൻ വിളിക്കാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് വരിക. നമ്മുടെ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പീരീഡിൽ ഒരു കല്ലേറിൽ പെട്ടു, ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷം അൺഫിറ്റായി OS ആയിട്ട് റിട്ടയർഡായി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കടന്നു വരും. ഇവൻ സെല്ലിന്റെ പേരിൽ ആദരിക്കുന്നു. പേര് വിളിക്കാം. K പ്രഭാകരൻ, K പ്രഭാകരൻ, AK രാധാകൃഷ്ണൻ, ശ്രീ R രാജപ്പൻ, R രാജപ്പൻ,
രാധാകൃഷ്ണൻ, ശ്രീ ആർ രാജപ്പൻ, ഷാളിടാനായിട്ട് സഖാവ് കെ സി ജെയിംസിനെ ക്ഷണിക്കുന്നു. ടി ഡി സെബാസ്റ്റ്യൻ, ശ്രീ പി കെ പണിക്കർ, ശ്രീ എൻ ശശിധരൻ, ശ്രീ എൻ ശശിധരൻ, ശ്രീ എൻ ശശിധരൻ, പി ഡി പോൾ, ശ്രീ ശാന്ത കുറുമൻ, ശ്രീമതി ശാന്ത കുറുമൻ, ശ്രീമതി ഭാരതി, കെ ആർ മോഹനൻ, ശ്രീ കെ ആർ മോഹനൻ, ശ്രീ കെ പി വർഗീസ് വേദിയിലേക്ക് വരിക ഷാളിടാനായിട്ട്. ടി എൻ കാർത്തികേയൻ, ശ്രീ കുഞ്ഞിരാമൻ, ശ്രീമതി മറിയം, ശ്രീമതി മറിയം, മറിയാമ്മ, മറിയാം സ്റ്റീഫൻ, കെ ജെ സുകുമാരൻ, കെ ജെ സുകുമാരൻ, പി ഒ പോൾ, ശ്രീ പി ഒ പോൾ, കെ ജെ സുകുമാരൻ, ഒ രാധാകൃഷ്ണൻ, ഒ രാധാകൃഷ്ണൻ, ഒ രാധാകൃഷ്ണൻ, ടി ദിവാകരൻ, ടി ദിവാകരൻ, ടി ദിവാകരൻ, കമലാധരൻ, എസ് ഹുസൈൻ ബാനു, ശ്രീമതി സുപ്രഭ,
എസ് ഹുസൈൻ ബാബു, ശ്രീമതി സുപ്രഭ, അമ്മണി ജയൻ, ശ്രീമതി അമ്മണി ജയൻ, ശ്രീമതി അമ്മണി അയ്യപ്പൻ, ശ്രീ സി എസ് കിഷോർ വേദിയിലേക്ക് വരിക. ഷാളയിലേക്ക് വാങ്ങി കിഷോർ കഴിഞ്ഞ് തരാം. ശ്രീ എം കെ ശശിധരൻ, LRSയുടെ ഒരു വലിയ പ്രവർത്തകനും സമര പോരാളിയുമായ സഖാവ് എം കെ ശശിധരനാണ്. വിജയ് കെ നായർ, വിജയ നായർ, പി ജെ ചാർലി, പെൻഷൻ ഗേവൻ സെല്ലിൻ്റെ സജീവ പ്രവർത്തകനാണ്. മണിസാറിൻ്റെ സന്തത സഹചാരിയാണ്. വളരെയധികം ഹെൽപ്പ്. ഈ ഒരു സംരംഭം വിജയകരമാക്കുവാൻ ചാർലി ചേട്ടൻ്റെ സംഭാവന ചെറുതല്ല. അതെ. LP മദ്രാസ് വേണുഗോപാലൻ, എസ് ബീരാൻ, ശ്രീ CC റാഫേൽ, ഇനി ആരെങ്കിലും 75 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാൻ വിട്ടുപോയതുകൊണ്ട് അത് ക്ഷമാപൂർവ്വം വേദിയിലേക്ക് വരിക. അത് കൈ ഉയർത്തിയാൽ ക്ഷണിക്കുന്നതാണ്. വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ. ശ്രീമതി വിക്ടോറിയ പീറ്റർ, 75 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിയാണ്. വേദിയിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് എത്തുക. ശ്രീമതി വിക്ടോറിയ പീറ്റർ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സ്റ്റേജിലേക്ക് വരിക. നമ്മുടെ ബഹുമാനപ്പെട്ട വാലുഗോത്തി സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരക്കുകൾക്കിടയിലും നമ്മുടെ സമ്മേളനത്തിൽ സംസാരിക്കാനെത്തിയ ശ്രീ അഡീഷണൽ CMS ശ്രീ ഡോക്ടർ വാലുഗോത്തിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഷാൾ അണിയിക്കുന്നു. നമ്മുടെ മണിസാർ, ആരാധനായ മണിസാർ. ഡോക്ടർ വാലുഗോത്തി സാർ
നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. Esteemed Association President, representatives, dear pensioners, firstly I apologize for being late to this function. അതായത് I was busy in OP, ഞാൻ OPയിൽ ബിസി ആയിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ റെയിൽവേ ഹെൽത്ത് ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ലിസി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ CMS TVC നമ്മൾ പുതിയ ഹോസ്പിറ്റൽസൊക്കെ എംപാനൽ ചെയ്യാൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റൽസായിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ മേജർ ഹോസ്പിറ്റൽസും നമ്മൾ അപ്രോച്ച് ചെയ്തായിരുന്നു. ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, ഈവൻ അമൃത ഹോസ്പിറ്റൽ, അവരെല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CGHS റേറ്റ് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പാനലിൽ വരാൻ വില്ലിങ് അല്ല. എന്നാലും നമ്മൾ CMSും എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് ലിസി ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവർ ടെൻറ്റേറ്റീവ്ലി എഗ്രി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊസീഡിങ് ചെയ്തപ്പോൾ അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിക്കൽ കമ്മിറ്റി, അതായത് ഡോക്ടേഴ്സിൻ്റെ കമ്മിറ്റി ആ ഹോസ്പിറ്റലിൽ പോയി അവരുടെ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇന്നത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിരുന്നു. അതായത് അവർ നമ്മുടെ ആ CGHS റേറ്റിൽ അവർ ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെല്ലാവർക്കും പെൻഷനേഴ്സ് ആണെങ്കിൽ എംപ്ലോയീസ് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ലിസി ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ലക്ഷ്മി ഹോസ്പിറ്റൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഉണ്ട്. എന്നാലും പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഈ അത്രയ്ക്ക് ഈ എല്ലാ ഹോസ്പിറ്റലും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും അപ്രോച്ച് ചെയ്താലും അവരുടെ ഒരു വില്ലിങ്നെസ്സിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. അതാണ് ആയിക്കൂടി ഈ ഒരു അഡ്വർടൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ലിസി ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അതാണ് അതൊരു പ്രശ്നമുണ്ട് എപ്പോഴും. ഇപ്പോഴും മീറ്റ് ചെയ്തു. അപ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഔട്ട്കം വരുന്നു പ്രതീക്ഷിക്കുന്നു. ഫൈനലി ഇനിയിപ്പോൾ അവർ എഗ്രിമെന്റ് എഴുതിയാലേ നമുക്ക് പാനൽമെന്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ പെൻഷനേഴ്സിന്റെ എനിക്കറിയാം മെയിൻലി നിങ്ങൾ ഒരു പെൻഷൻ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണത്, ഒത്തിരി ഡിസീസസും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മെയിൻ കോണ്ടാക്ട് വരുന്നത് ഡൽഹി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഈ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. അതിന് കാരണം നമുക്ക് ഏജിങ് അറിയാമല്ലോ, ഏജിങ് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക. കാരണം ഒരു ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ കൂടി പോകേണ്ടതാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും പ്രിപ്പയർ ആയിരിക്കണം. കാരണം ഒരു ചെറുപ്പത്തിലുള്ള ഒരു ബോഡി ആയിരിക്കില്ല. ഏജ് കൂടുന്തോറും ബയോളജിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എല്ലാം കുറഞ്ഞു വരും. അതിനനുസരിച്ചുള്ള ഡിസീസസ് നമ്മുടെ ശരീരത്തിൽ വരാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക്കലി നമ്മൾ എല്ലാ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണിൻ്റെ ആണെങ്കിൽ കാഴ്ചയിൽ കുറവ് വരാം. ഈ ഡാർക്ക് അഡാപ്റ്റേഷൻ, അതായത് പെട്ടെന്ന് ഒരു ഇരുട്ടുള്ള റൂമിൽ പോകുമ്പോൾ അഡാപ്റ്റേഷൻ, അതായത് നമുക്ക് കാണാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാം. ചെവിയുടെ ആണെങ്കിൽ കേൾവി കുറഞ്ഞു വരാം. നോസ് ആണെങ്കിൽ സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റ് അതൊക്കെ കുറഞ്ഞു വരാം. ഡെന്റൽ പ്രോബ്ലം വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ ചികിത്സ എടുക്കണം എന്നാണ് നിങ്ങളുടെ ഒരു എൽഡർലി സ്റ്റേജിൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു മെഡിക്കൽ നമുക്ക് ഇത് കൊടുക്കാനുള്ളത്. പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ചെക്കപ്സ് ഒക്കെ ചെയ്യുക. ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് എ ഇയർ എങ്കിലും ചെക്ക് ചെയ്യുക. അല്ലാണ്ട് ആൾറെഡി നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതിൻ്റെയൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ മെഡിക്കൽ ചെക്കപ്പിനൊക്കെ വരണം. അപ്പോൾ ക്രോണിക് ഡിസീസ് മരുന്നെടുക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്നതാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് വിടാണ്ട് മരുന്നെടുക്കണം.
അത് ഷുഗർ ആണെങ്കിൽ നമുക്കറിയാം, ഷുഗർ നമ്മുടെ ഈ ശരീരത്തിലുള്ള പാൻക്രിയാസ് ചിലപ്പോൾ ശരിക്കും പ്രവർത്തിക്കുണ്ടാകാത്തതായിരിക്കും. അല്ലെങ്കിൽ ഇത് ഏജ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു, ഈവൻ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ കുറഞ്ഞു വരും, നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അത് കാരണം പിന്നെ ഈ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. പ്രഷർ ആണെങ്കിൽ അതേപോലെയാണ്. ചെറുപ്പക്കാരിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് നല്ല എലാസ്റ്റിസിറ്റി കൂടുതൽ, അത് സ്ട്രെച്ച് ചെയ്യും, അങ്ങനെയൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഏജ് കൂടുന്നതോറും അതിൻ്റെ ആ വെസലിൻ്റെ റിജിഡിറ്റി കൂടുകയും ചെയ്യുമ്പോൾ ഈ പ്രഷർ പോലത്തെ അസുഖങ്ങൾ വരും, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഈ വക അസുഖങ്ങൾ കൂടുമ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുമ്പോൾ ഈ ബ്ലഡ് വെസൽസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ രക്തോട്ടം കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഹാർട്ടിലേക്ക് ബാധിക്കാം, ബ്രെയിനിൽ ബാധിക്കാം, പല സിസ്റ്റം. ഈവൻ കാലിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാലിൽ രക്തോട്ടം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസസ് ഒത്തിരി നമ്മുടെ പെൻഷനേഴ്സ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് പ്രിവെൻഷനാണ് അതിന് ബെറ്റർ. അഥവാ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. ഈ പ്രഷർ ഉള്ളവർക്ക് ബേസിക്കലി ഇവിടെ എല്ലാ മെഡിസിനൊക്കെ അവൈലബിൾ ആസ് പെർ നമ്മുടെ ഫാർമക്കോപ്പിയയിലുള്ള എല്ലാ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഐ തിങ്ക് ചിലർക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മെഡിസിൻസ് ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിലും പുതിയ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ റെയിൽവേ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത, നമ്മുടെ സ്റ്റോക്കിലില്ലാത്ത മെഡിസിൻ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി അത് പ്രൊക്യൂർ ചെയ്യണം. അതിന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഇന്ത്യക്ക് കൊടുക്കണം. അത് ജസ്റ്റ് ഒരു പ്രൊസീജിയറേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ മെഡിസിൻസ് ഉണ്ടെങ്കിലും വി ക്യാൻ ഡു ഇറ്റ്, വി ക്യാൻ പ്രൊക്യൂർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈവൻ പുതിയ ഈവൻ ക്യാൻസർ മെഡിസിൻസ് ആണെങ്കിലും കോസ്റ്റ് മെഡിസിൻ ആണെങ്കിലും എല്ലാവർക്കും പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും മരുന്നിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. ഹോസ്പിറ്റലിൽ വന്ന് അതിൻ്റെ കാണിച്ചാൽ മതി. അതിൻ്റെ പിന്നെ ആ ഡ്യൂറേഷൻ നമുക്ക് വേണ്ടി വരും. അതെങ്ങനെയാണ് എടുക്കേണ്ടത്, എത്ര നാളത്തേക്ക് എടുക്കണം, അങ്ങനത്തെ ഒരു ഡ്യൂറേഷൻ. അതായത് നിങ്ങൾ പ്രിസ്ക്രൈബിങ് ഡോക്ടറുടെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം നമുക്ക് മെഡിസിൻ വേസ്റ്റ് ആവാൻ പാടില്ല. അതൊന്ന് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ റിക്വയർഡ് ക്വാണ്ടിറ്റി മാത്രം പ്രൊക്യൂർ ചെയ്യുക. സ്പെഷ്യലി പുതിയ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പേര് ഉണ്ടാവുള്ളൂ എടുക്കാൻ. ഒരാൾ പിന്നെ അത് കൊടുക്കുന്ന ആൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ചിലപ്പോൾ ആ മെഡിസിൻ എടുക്കാനുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ മെഡിസിൻ ചിലപ്പോൾ നമ്മുടെ ആ സ്റ്റോക്കിൽ കിടന്ന് ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയി വേസ്റ്റായി പോകും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. ഐ ട്രൈ ടു ഹെൽപ്പ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മളിവിടെ ചെയ്തു തരും. ഇപ്പോഴത്തെ ഇൻസുലിൻ ആണെങ്കിലും ഇൻസുലിൻ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. സ്റ്റോക്ക് ആക്ച്വലി നമുക്ക് പ്രശ്നം വരുന്നത് ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമാണ് നമുക്ക് അവിടെ റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പെൻഷനേഴ്സ് ദൂരെ നിന്ന് വരുന്ന ആളാണെങ്കിൽ അവർക്ക് 2 മാസം 3 മാസം മെഡിസിൻസ് വേണം. ആസ് പെർ പോളിസി ശരിക്കും ഉണ്ട്, അത് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ആസ് റെയിൽവേ ഹോസ്പിറ്റൽ നമുക്ക് ഫേസ് ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ, അതായത് ഈ നമ്മൾ ഈ പ്രൊക്യൂർ ചെയ്ത് വരുന്നത് അത് കുറച്ചേ കിട്ടുന്നുള്ളൂ. ആ ഒരു 2 ആഴ്ച കിട്ടും, പിന്നെ 2 ആഴ്ച പിന്നെ പോയി കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 മാസം ഒരുമിച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ 2 ആഴ്ചൻ്റെ ആ ഗ്യാപ്പിൽ ചിലപ്പോൾ ഈ മരുന്ന് തികയാണ്ട് വരുന്നുണ്ട്. അത് എനിക്ക് റിക്വസ്റ്റ് ആണ്, ആസ് ഫാർ ആസ് പോസിബിൾ നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ 1 മാസത്തിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ 1 മാസത്തിൽ വന്ന് കളക്ട് ചെയ്യുക. ഒത്തിരി ദൂരെ വരുന്നതാണെങ്കിൽ ഓക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യാം. ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ എന്തായാലും ആ ഒരു സ്റ്റോക്ക് ലെവൽ കൂട്ടി, അത് ടൈം എടുക്കും, അത് ഗ്രാജുവലി കൂട്ടാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാൽക്കുലേഷൻസ് നമ്മളെ സ്റ്റോക്കിൻ്റെ ഇതായി പോകും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നമാണ്. നമ്മൾ ഇവിടുത്തെ ചില മെഡിസിൻസ് ഇപ്പോൾ ഇവൻ ഷുഗറിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റോക്ക് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഫാർമസിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ഇതാണ്, ഒത്തിരി 2 മാസത്തേക്ക് ഒത്തിരി ആൾക്കാർ കൊടുക്കുന്നുണ്ട്.
നമ്മൾ ആസ് ഡോക്ടേഴ്സ് വി ആർ പ്രിസ്ക്രൈബിങ് ദേ ആർ ഗിവിങ്. അപ്പോൾ നമ്മളോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് കൂടി സൂചിപ്പിച്ചാണ്. പിന്നെ മിക്കവാറുള്ള ഡിസീസസിൻ്റെ ആണെങ്കിലും പിന്നെ എസ്പെഷ്യലി പിന്നെ വരുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ഇഷ്യൂസ് ആണ്. ആക്ച്വലി മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് നമ്മളത് കുറക്കാൻ വേണ്ടിയാണ് മാക്സിമം ഹോസ്പിറ്റൽസ് ഒക്കെ എംപാനൽ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അവിടെ ഒരു മെയിൻ ഹെഡൽ എന്ന് വെച്ചാൽ ഈ CGHS റേറ്റ് ആണ്. ആ CGHS റേറ്റ് ഓവർകം ചെയ്യാൻ അത് റിവൈസ് ചെയ്താലേ പറ്റുള്ളൂ. CGHS 2014 റേറ്റ് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്തിലെ ഒരു സിറ്റി റേറ്റാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ റേറ്റ് റിവൈസ് ചെയ്യാണ്ട് പുതിയ ഹോസ്പിറ്റൽസിലേക്ക് എംപാനൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല. അതാണ് പ്രൈവറ്റ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നില്ല. അപ്പോൾ നിങ്ങളും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റീഇംബേഴ്സ്മെന്റ് വരുമ്പോൾ ആ CGHS 2014 റേറ്റ് തന്നെയാണ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എമർജൻസിയിൽ മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക. ആസ് പെർ റെയിൽവേ ബോർഡ് പോളിസി റീഇംബേഴ്സ്മെന്റ് എലിജിബിലിറ്റി വരുന്നത് എമർജൻസിക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എമർജൻസി അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേയിൽ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ നോക്കുക. അത് കാരണം ചിലപ്പോൾ എമർജൻസി എല്ലാം എന്നുള്ളത് കാരണം കൊണ്ട് റിജക്ട് ചെയ്തപ്പെടും. ചില കേസസ് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ ഈ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം, അതായത് ഈ മുട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ്, അതായത് ആ ഒരു ഏതെങ്കിലും എമർജൻസി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത കേസസ് വരുമ്പോൾ റീഇംബേഴ്സ്മെൻറ്റിന് പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ റെയിൽവേ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം പറയാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് അത് ശ്രദ്ധിക്കുക. അത് കാരണം ചില കേസസ് വന്നിട്ടുണ്ട്, റിജക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ റിജക്ഷൻ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ റീഇംബേഴ്സ്മെന്റ് ഫയൽ നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഫോർവേഡ് ചെയ്തു. ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാനത് ആർക്കൂടെ റിമാർക്ക് എഴുതുന്നത് എമർജൻസി ആണോ അല്ലയോ എന്നാണ് ഞാൻ എഴുതുന്നത്. എമർജൻസി ആണെന്ന് എഴുതും. എമർജൻസി അല്ലെങ്കിൽ എമർജൻസി അല്ല എന്ന് പറഞ്ഞ് CMS അടുത്തേക്ക് വിടാൻ പറ്റുള്ളൂ എനിക്ക്. പിന്നെ ഫർദർ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്തത് CMS ആണ് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എമർജൻസി ആണെങ്കിൽ പ്രശ്നം വരില്ല. മിക്കവാറും ഈ CGHS റേറ്റ് തന്നെ റീഇംബേഴ്സ്മെന്റ് ഫയലിൽ ഇത് പാസ്സായിട്ട് വരും. എനിക്ക് അത്രയും ഡിലേ ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇപ്പം അങ്ങനെ ഡിലേ ഐ ഡോണ്ട് തിങ്ക് ഇത്രയും ഡിലേ ഉണ്ടെന്ന്. മിക്കവാറും എല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. നേരത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ, ഡിലേസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? റീഇംബേഴ്സ്മെന്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാണ്ട് ഒത്തിരി നാളായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് അല്ലേ? എല്ലാവർക്കും എപ്പോഴാണ് അപ്ലൈ ചെയ്തത്? 2 വർഷമായിട്ട് എന്തെങ്കിലും തീരുമാനം വരുമല്ലോ. ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിലെ കാശ് കിട്ടും. അഥവാ ഡോക്ടർ അന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, എനിക്ക് വയ്യാണ്ട് വന്നപ്പോ. അപ്പൊ ശരിക്കും ഡോക്ടർ അടുത്ത് വന്നിട്ട് എനിക്ക് പോകാൻ പാടില്ലായിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. നീ റീപ്ലേസ്മെന്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നീ റീപ്ലേസ്മെന്റ് ഒത്തിരി ക്രോണിക് ആയിട്ടുള്ള അസുഖമാണ്. പെട്ടെന്ന് ഈ മുട്ടിട്ട് തീരുമാനം വരത്തില്ല. ഒത്തിരി നാളായിട്ടുള്ള പ്രശ്നമാണത്. നീ റീപ്ലേസ്മെന്റ് പതുക്കെ വരുള്ളൂ. എമർജൻസി എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പെട്ടെന്ന് എമർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയി, അതൊക്കെ പെട്ടെന്ന് വരുന്ന എമർജൻസിയാണ്. ഈവൻ നമ്മൾ അത്രയും എമർജൻസി ഇല്ലെങ്കിലും എമർജൻസിയിൽ എന്താ പറയുക ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കേസാണെങ്കിലും റീഇംബേഴ്സ്മെന്റ് കൊടുക്കാറുണ്ട്. ഈ കേസിൽ നിങ്ങൾക്ക് എന്തൊരു റിപ്ലൈ ലെറ്റർ വരും. ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ എ മന്ത് ഓർ 60 days ആണ് മാക്സിമം റെയിൽവേ ബോർഡിന്റെ പോളിസി പ്രകാരം ഇത് ചെയ്യണമെന്നാണ്. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ അറ്റ്ലീസ്റ്റ് ഒരു 2 month ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ വരണം. ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് കിട്ടും, അല്ലെങ്കിൽ റിജക്റ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ലെറ്റർ ആയിട്ട് കിട്ടും. CMS ഓഫീസിൽ നിന്ന് ലെറ്റർ അയക്കും, നിങ്ങൾ ഇങ്ങനെ കാരണം കൊണ്ട് ഈ ഫയൽ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, അത് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വരും. ആ ലെറ്റർ കിട്ടണം. ആ ലെറ്റർ കിട്ടിയാൽ എന്തെങ്കിലും പിന്നെ സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, CMS അടുത്ത് പോയി മീറ്റ് ചെയ്യാം, എന്തെങ്കിലും രീതിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ ചോദിക്കാം. അത് ശ്രദ്ധിച്ചാൽ. ഇനി ഞാൻ പറഞ്ഞ ഈ മെഡിസിൻസ് നിങ്ങൾ ഒത്തിരി ചിലരാണെങ്കിൽ ഒത്തിരി മെഡിസിൻസ് എടുക്കുന്നവരും ഉണ്ട്.
ഈ രണ്ട് മൂന്ന് ഇപ്പോൾ ഹോമിയോപ്പതി അലോപ്പതി എല്ലാ പത്തീസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സറും കൂടെ ഉണ്ടാവും ചിലർ. അത് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി മെഡിസിൻസ് നമ്മൾ ബോഡിയിൽ കൂടുമ്പോഴും പല സിസ്റ്റംസ് മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കിഡ്നി ലിവർ അതിനൊക്കെ ബാധിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒത്തിരി കിഡ്നി ഡിസീസസ് കൂടുന്നുണ്ട്, ലിവർ ഡിസീസസ് കൂടുന്നുണ്ട്. അത് അത്യാവശ്യമായിട്ട് മെഡിസിൻസ് മാത്രം എടുക്കുക. രണ്ട് മൂന്ന് ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ഒരു സിസ്റ്റത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ മെഡിസിൻസും കൂടെ എടുക്കാതിരിക്കാൻ നോക്കുക. അത്യാവശ്യത്തിന് മാത്രം എടുക്കുക. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മെഡിസിൻസ് എടുക്കുക. ഒത്തിരി കൂടുതൽ മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും മിക്കവാറും എല്ലാവർക്കും വൈറ്റമിൻസിൻ്റെ മെഡിസിൻസ് വേണം. വൈറ്റമിൻസിന് ഏറ്റവും നല്ല സോഴ്സ് നമ്മൾ ഫുഡ് തന്നെയാണ്. നമ്മൾ ഈ സപ്ലിമെൻറ്റിനെ കാട്ടി നമ്മൾ ഈ പച്ചക്കറി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ മെഡിസിൻസ് നമുക്ക് കുറക്കാൻ പറ്റും, ഡയറ്റിൽ തന്നെ സോഴ്സ് കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് ആക്ച്വലി കാണുന്നത് മിക്കവാറും ആൾക്കാർക്ക് നോക്കുമ്പോഴത്തേക്ക് വൈറ്റമിൻ ഡി ഒത്തിരി കുറവായിരിക്കും. അത് ബേസിക്കലി വൈറ്റമിൻ ഡി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ആ ഏർലി മോർണിംഗ് സൺലൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് സൺലൈറ്റ് എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോഴത്തെ ആൾക്കാരുടെ മെയിൻ പ്രശ്നം അതാണ്. എല്ലാവരും വീട്ടിൽ തന്നെയാണ്, വീട്ടിനുള്ളിൽ തന്നെയാണ്. ഈ സൺറൈസിൻ്റെ ആ ടൈമിലൂടെ വെയിൽ കൊള്ളുന്നില്ല, സൺസെറ്റിൻ്റെ ടൈമിലാണെങ്കിൽ വെയിൽ കൊള്ളുന്നില്ല, വീട്ടിൽ തന്നെ ആയി പോകുന്നതുകൊണ്ട് പിന്നെ ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ ഫുഡ് സോഴ്സ് ആയിക്കൂടി ഫിഷേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫിഷ് ആണെങ്കിലും ഫിഷ് കഴിക്കാത്തതുകൊണ്ടാണ്. എന്നാലും ഈ ചില ഫുഡിൽ, അതായത് ഈ ചില ഓയിൽസ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഓയിൽസ് ഉണ്ടാവും, അതിനകത്ത് ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈറ്റമിൻ എ ഡി ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ട്രൈ ചെയ്യാം. ബട്ട് അതിനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. മെയിൻ തിങ് അതാണ്, നമ്മൾ ഈ സൺലൈറ്റ് എക്സ്പോഷർ അത് ശ്രദ്ധിക്കുക. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ വീട്ടിലായി പോകുന്നു, അത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ നല്ല രീതിക്കുള്ള ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് നോക്കുക. ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബാലൻസ് ഡയറ്റ് ആവണം. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റും എല്ലാം പച്ചക്കറിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ആവണം. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ വൈറ്റമിൻസും എല്ലാം കിട്ടും. പിന്നെ രണ്ടാമത് നിങ്ങൾ ആക്ടിവിറ്റി എപ്പോഴും കൂട്ടണം. ആക്ടിവിറ്റി ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും ഒരു വാക്കിങ്ങോ എക്സസൈസോ അതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. കാരണം വൺസ് നമ്മൾ ആ ഒരു ഏജ് കൂടുന്തോറും മസിലിൻ്റെ മാസം കുറഞ്ഞു വരും, മസിലിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരും. ഒന്ന് ഇരിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ആ ഒരു ബെഡ് റെഡിന് ആ സ്റ്റേജിലേക്ക് പോകും. ആ ഒരു സ്റ്റേജിലേക്ക് എത്താണ്ട് നോക്കുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെങ്ത് ഒക്കെ, ബോഡി സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഈ എന്താണ്, എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ എടുക്കുക. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ എടുക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച്, എന്തെങ്കിലും ബോഡിയിൽ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു മെൻ്റൽ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും നമ്മുടെ ആ ചിന്തയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒത്തിരി ഉറക്കമായി പോകുന്നു, തീരെ മിങ്കിൾ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടിയാണ്, നിങ്ങൾ കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫാമിലി ആണെങ്കിൽ ഫാമിലിയോട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്രണ്ട്സിനോട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഇൻറ്ററാക്ഷൻസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ പറ്റും. ആ ഒരു ആസ്പെക്റ്റും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം നീട്ടുന്നില്ല. I wish you all a very happy, healthy retirement life. Thank you. ഈ തിരക്കിനിടയിലും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച ഡോക്ടർ ശ്രീ വാലുഗോത്തിക്ക് പെൻഷൻ ഗ്രീവൻസ് സെല്ലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.